നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. 2 ദിവസം മുൻപാണ് നെഹ്റു കോളേജ്, പാമ്പാടിയിലെ നെഹ്റു കോളേജിൽ 18 വയസ്സുകാരനായ വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയുടെ പൊരുളുകളിലേക്ക് ചെന്നെത്തുമ്പോൾ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്. ഒരു കലാലയം അറവുശാലയായി മാറുന്നതിൻ്റെ നഗ്നമായ ഉദാഹരണമാണ് നെഹ്റു കോളേജിൽ നിന്നും പറയാനുള്ളത്, പുറത്തേക്ക് വരുന്നത്. ജിഷ്ണുവിൻ്റെ മരണത്തിന് ഉത്തരവാദി ആര് എന്ന ചോദ്യമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത തൃശൂർ നെഹ്റു കോളേജിൽ ഇടിമുറിയുണ്ടെന്ന് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. മുൻമന്ത്രി KP വിശ്വനാഥന്റെ മകനും കോളേജ് PROയുമായ സഞ്ജിത്ത് വിശ്വനാഥന്റെ ഓഫീസിലാണ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നത്. പരീക്ഷാ ഹാളിലെ അവഹേളനവും ഭീഷണിയുമാണ് ജിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നും സീനിയർ വിദ്യാർത്ഥി പീപ്പിൾ TVയോട് പറഞ്ഞു. ജിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ പരാതിക്ക് പിന്നാലെയാണ് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇടിമുറി പ്രവർത്തിക്കുന്നതായി സീനിയർ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയത്. മുൻമന്ത്രി KP വിശ്വനാഥന്റെ മകനും കോളേജ് PROയുമായ സഞ്ജിത്ത് വിശ്വനാഥന്റെ ഒഫീഷ്യൽ ക്യാബിനിലാണ് വിദ്യാർത്ഥികളെ പീഡനത്തിന് ഇരയാക്കുന്നത്. ഇടിമുറി എന്ന് പറയുന്ന സംഭവമുണ്ട് ഞങ്ങളുടെ കോളേജിൽ. അവിടെ കയറ്റി കഴിഞ്ഞാൽ PRO, അതായത് മുൻമന്ത്രി വിശ്വനാഥന്റെ മോൻ സഞ്ജിത്ത് വിശ്വനാഥന്റെ റൂമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടിമുറി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അതിൽ കയറി കഴിഞ്ഞാൽ ഇടി കിട്ടിയിരിക്കും. അത് എന്ത് കേസായാലും ശരി, അതിൽ ഇടി കിട്ടിയിരിക്കും. ഇതിനെതിരെ പ്രതികരിച്ചാൽ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും കുറച്ച ഇയർ ആക്കുമെന്നാണ് ഭീഷണി. അതുകൊണ്ട് തന്നെ പീഡന വിവരം വീട്ടുകാരോട് പോലും വിദ്യാർത്ഥികൾ തുറന്നു പറയാറില്ല. അത്രയ്ക്ക് നമുക്ക് പേടിയാണ്. ഇപ്പൊ പ്രതികരിക്കാൻ ഒരാൾ പൊന്തി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ എന്ത് നോക്കിയാലും എന്ത് ചെയ്തിട്ടായാലും അവരെ അടിച്ചമർത്തുക. അതാണ് നെഹ്റു കോളേജിന്റെ ഒരു രീതി. പരീക്ഷാ ഹാളിലെ അവഹേളനത്തിന് ശേഷം വൈസ് പ്രിൻസിപ്പാളും അധ്യാപകൻ പ്രവീണും PRO സഞ്ജിത്ത് വിശ്വനാഥനും ചേർന്ന് നടത്തിയ ഭീഷണിയാണ് ജിഷ്ണുവിന്റെ ആത്മഹത്യക്ക് കാരണമെന്നും വിദ്യാർത്ഥി ആരോപിച്ചു. കടിച്ചു പെറുക്കി ജീവിക്കുന്ന ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളെ എനിക്കറിയാം. പക്ഷെ ഇവനെന്തോ അത് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ അവനൊന്നും ആലോചിച്ചില്ല. അറിയില്ല നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവൻ എന്തൊക്കെയാ അവന്റെ മനസ്സിലൂടെ പോയതെന്ന് നമുക്കറിയില്ല. സംഭവത്തിൽ അധ്യാപകനും ജീവനക്കാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട SFI പ്രവർത്തകർ നാളെ മാർച്ച് നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സമൂഹത്തെ ഉണർത്തേണ്ട വിദ്യാർത്ഥി സമൂഹം, രക്ഷിതാക്കളുടെ സമൂഹം ഒക്കെ തന്നെ തുറന്ന് പോരിലേക്ക് അല്ലെങ്കിൽ ഉണർന്നെണീക്കേണ്ട ഒരു അവസരത്തിൽ ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ ഇതേ സ്കൂളിൽ പഠിച്ച് അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിച്ച് പുറത്താകേണ്ടി വന്ന നിതിൻ എന്ന വിദ്യാർത്ഥി നമ്മോടൊപ്പം ചേരുമൊപ്പം ഷിജു ഖാൻ, DYFI നേതാവ്, ഒപ്പം ഡോക്ടർ ഗിരീഷ്, ഒപ്പം ശ്രീജിത്ത്, മരിച്ച ജിഷ്ണുവിൻ്റെ ബന്ധു അമ്മാവൻ നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കുചേരും. മരിച്ച ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ 2 ദിനം പിന്നിടുകയാണ് ജിഷ്ണു മരിച്ച ശേഷം. ഇന്നിപ്പോൾ ആത്മഹത്യ എന്ന കോളേജ് മാനേജ്മെന്റ്, അവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ, അധ്യാപകരൊക്കെ വിധി എഴുതാൻ തീരുമാനിച്ച ഒരു സംഭവത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായി ഇന്ന് പുറത്തേക്ക് വരികയാണ്. ഇന്നിപ്പോൾ ഞങ്ങളോട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ തയ്യാറാകാതെ മുഖം മറച്ച ഒരു വിദ്യാർത്ഥിക്ക് തുറന്നു പറയേണ്ടി വരുന്നു, കോളേജിൽ ഇടിമുറിയുണ്ട് എന്ന ഞെട്ടിക്കുന്ന വസ്തുത. ഒരു കലാലയത്തിൽ പ്രവർത്തിക്കുന്നത് ഇടിമുറി. എന്താണ് ഒരു ആത്മഹത്യയിലേക്ക് ആണ് ഇതിൻ്റെ പിന്നിലെന്ന് കോളേജ് അധികൃതർ ആവർത്തിക്കുമ്പോഴും യാഥാർത്ഥ്യം നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് എങ്ങനെ? ഞങ്ങളുടെ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഹൈസ്കൂൾ SSLC അവൻ പാസ്സായത് 89% മാർക്കോട് കൂടിയായിരുന്നു. +2 പാസ്സായത് 72% മാർക്കോട് കൂടിയായിരുന്നു. ഒരു നല്ല BTech കോഴ്സ് കഴിഞ്ഞ് ഒരു നല്ല ജോലി സമ്പാദിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം, കമ്പ്യൂട്ടർ സയൻസിൽ അവനുള്ള ഒരു അതിയായ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വളരെ അകലെയുള്ള തൃശ്ശൂരിലേക്ക് അവന് വിദ്യാഭ്യാസത്തിനായി പോയിട്ടുള്ളത്. അവിടുന്നാണ് ഒരു കൊലപാതകത്തിലേക്ക്, അവൻ്റെ മരണത്തിലേക്ക് നയിച്ച, ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയാണ്, ആത്മഹത്യ എന്ന് അവർ പറയുകയെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യില്ല, അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവനെ മരണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവന് മാത്രമല്ല, അവൻ്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുകയോ അവൻ്റെ ക്ലാസ് മുറിയിലുള്ള കുട്ടികളിലും ഇപ്പോഴും ഭയത്തിൻ്റെ നടുവിലാണ്. അവരെ കണ്ണുകളിൽ ഞങ്ങളും നാളെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആ കോളേജിൽ നിലവിലുള്ളതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്.
ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടു. ഇനി കേരളത്തിൽ ഇങ്ങനെ ക്രൂരമായ മാനസികവും ശാരീരികമായ ഇത്തരം പീഡനത്തിലൂടെ ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതികേട് വരരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് ആദ്യമേ നടത്താനുള്ളത്. ശ്രീജിത്ത്, ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഉപദേശം നൽകാനായിരുന്നു, അതായത് കോപ്പിയടിച്ച് എന്ന പേരിൽ വിളിപ്പിക്കുകയും അതിനുശേഷം കൊണ്ടുപോയി ഉപദേശിക്കുകയും ചെയ്യാൻ വേണ്ടിയായിരുന്നു വിളിപ്പിച്ചത്, മുറിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് മാനേജ്മെന്റ് വിശദീകരിക്കുന്ന വാദങ്ങൾ. അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള എന്ത് വാദഗതികളാണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്? മാനേജ്മെന്റ് ഈ നിമിഷം വരെ ഞങ്ങളോട് ചെയ്തത് കൊടും ക്രൂരതയാണ്. ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ നിമിഷം വരെ അവർ തയ്യാറായി. ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ, ഈ മരണപ്പെട്ട ജിഷ്ണുവിന്റെ ശരീരഭാഗങ്ങളിൽ മുറിവേറ്റതായി വാർത്തകൾ വരുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അത്തരം യാഥാർത്ഥ്യമാണോ, അത് നിങ്ങൾക്ക് കണ്ടുബോധ്യപ്പെട്ട കാര്യങ്ങളാണോ ഇത്? മുറിവേറ്റത് യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ തന്നെ ഞങ്ങളെ വിശ്വസിപ്പിച്ചത് അവൻ തുണ്ടു കടലാസിൽ എഴുതി കൊണ്ടുവന്ന് കോപ്പി അടിച്ചു, അതിൻ്റെ പേരിൽ മനോവിഷമമുണ്ടായി അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുള്ളത്. ഞങ്ങൾ അന്ന് വൈകിട്ട് ഒരു 7:30 മണിയോടുകൂടിയാണ് വീട്ടിൽ ഈ സ്വന്തം അമ്മയോടാണ് ഈ വിവരം വിളിച്ചു പറയുന്നത്, മകൻ കെട്ടിത്തൂങ്ങിയിട്ടുണ്ടെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, മരിച്ചില്ല, അവനൊന്നും സംഭവിച്ചില്ല എന്ന് വിശ്വസിപ്പിച്ച് ഞങ്ങൾ 3-4 മണിക്കൂർ വളരെ പ്രയാസപ്പെട്ടാണ് തൃശ്ശൂരിലെത്തിയത്. അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ കോളേജിൻ്റെ ഉടമയായുള്ള CEO ആയുള്ള കൃഷ്ണകുമാർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഇതിൻ്റെ PRO സംജിത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് അവൻ കോപ്പി അടിച്ചു, അതിൻ്റെ മനോവിഷമത്തിൽ അവൻ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികളാണ്, ഇവൻ്റെ സഹപ്രവർത്തകരാണ് ഞങ്ങളോട് പറയുന്നത്, അങ്ങനെയെങ്കിൽ ആ തുണ്ട് കടലാസ് നിങ്ങളൊന്ന് വാങ്ങിത്തരുമോ എന്ന്. ഞാൻ ഈ ഉടമയോട്, കൃഷ്ണകുമാറിനോട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് തുണ്ട് കടലാസ് ഒന്ന് സംഘടിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് 10 മിനിറ്റ് ശേഷം ഞാൻ മറുപടി അറിയാമെന്ന്. പിന്നീടാണ് അവർ വാക്കുകളിൽ നിന്ന് പിന്മാറുകയാണ്. ഇവൻ കോപ്പി അടിച്ചിട്ടില്ല, കോപ്പി അടിച്ചത് മറ്റൊരു കുട്ടിയാണ്. ആ കോപ്പി അടിച്ച കുട്ടിയുടെ പേപ്പറിൽ നിന്ന് അവൻ ചോദ്യപേപ്പർ നോക്കി എഴുതി എന്നാണ് പറയുന്നത്. ഇവർ ചെയ്തിട്ടുള്ളത് ഈ കുട്ടിയുടെ ഭാവി തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ അവിടുത്തെ ഒരു അധ്യാപകൻ, മാനേജ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അധ്യാപകൻ CP പ്രവീൺ, CP എന്നാണ് അറിയപ്പെടുക, നിങ്ങൾ അന്വേഷിക്കണം, അദ്ദേഹത്തിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം. മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു വിദ്യാർത്ഥിയുടെ മരണം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലാണ് അവിടുന്ന് പുറത്താക്കപ്പെട്ടിട്ടാണ് ക്രിമിനലുകളുടെ കൂടാരമായുള്ള, ഗുണ്ടകളുടെ കൂടാരമായിട്ടുള്ള ഈ കോളേജിലേക്ക് എത്തുന്നത്. അവിടെ എത്തി ഈ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി സഹപാഠികളുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ അവഹേളിച്ചതും അപമാനിച്ചതിനെ തുടർന്ന് പിന്നീട് ഇവരെ നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ച പോലെ ആ ഇടിമുറിയിലേക്ക് കൊണ്ടുപോവുകയാണുള്ളത്. 10 മിനിറ്റോളം ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെയും കൂടി കോപ്പി അടിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റൊരു കുട്ടിയെയും കൂടിയാണ് ഇവരെ ഈ ഇടിമുറിയിലേക്ക് കൊണ്ടുവന്നത്. ഇവരോട് 3 വർഷം നിങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്നും പറഞ്ഞതിന് ശേഷമാണ് അവനെ ഇറക്കി വിടുകയും പിന്നീട് 20-30 മിനിറ്റോളം ഈ മുറിയിൽ നിന്ന് അവനെ എന്ത് ചെയ്തു ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടതായിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞത്, ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അവന്റെ മൂക്കിനടുത്ത് ഒരു മുറിവുണ്ടായിട്ടുണ്ട്. ഞാൻ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ശരീരത്തിൽ പല സ്ഥലത്ത് രക്തം കട്ടപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവനെ കൊല ചെയ്തു എന്നുള്ള ആരോപണമല്ല ഞങ്ങൾ ഉന്നയിക്കുന്നത്, പക്ഷെ കൊല ചെയ്യാനുള്ള, അവനെ മരണത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഷിജു ഖാൻ, ഇതാണ് യാഥാർത്ഥ്യങ്ങളായി പുറത്തേക്ക് വരുന്നത്. ഇത് പരിശോധിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. കാരണം മുറിവേറ്റു എന്ന് ഇവർ എന്തായാലും വെറുതെ ഒരു ചാനലിൽ വന്നിരുന്ന് അദ്ദേഹം വെറുതെ പറയില്ല. അത് നമുക്ക് ആദ്യം ഇത്തരം കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാം. ഇവിടെ വ്യക്തമാകേണ്ട കാര്യങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥി സംഘടന, യുവജന നേതാക്കളൊക്കെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, കലാലയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുമ്പോൾ ഒരു കോളേജിലെ ഒരു കലാലയത്തിൽ ഇടിമുറി സജ്ജീകരിക്കുന്നു. ഇതെന്താ ഈ അടിയന്തരാവസ്ഥ കാലത്തെ ജയിലുകൾ പോലെ? ആ രീതിയിലാണ് ഒരു വിദ്യാർത്ഥി മാധ്യമങ്ങളോട് വന്ന് പറയുന്നത്. അവൻ കൊല്ലും എന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഭയപ്പാടോടുകൂടി ഒരു വിദ്യാർത്ഥിക്ക് മുഖം മറച്ച് ഉണ്ട്. ഞങ്ങളോട് പറയണമെങ്കിൽ അതിൻ്റെ തീവ്രത മനസ്സിലാകും. എങ്ങനെയാണ് ഷിജു ഖാൻ ഇത്തരത്തിൽ ഒരു കലാലയം അറബുശാലയായി മാറുന്നത്? ഇത് ഈ പറയുന്ന നെഹ്റു കോളേജിൽ ആദ്യത്തെ സംഭവമല്ല. ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനും ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ കാടത്തം മുൻപും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകളിൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെല്ലാം
വിദ്യാർത്ഥികൾക്കെതിരായി നടത്തുന്ന ഹീനമായ പ്രവൃത്തികളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജിഷ്ണുവിൻ്റെ ഈ ആത്മഹത്യ എന്ന് ഞാൻ കാണുകയാണ്. കേരളത്തിലെ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. നാളെ കോളേജിലേക്ക് മാർച്ച് നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഈ സ്കൂൾ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് രക്ഷാകർതൃത്വത്തിൻ്റെ ഒരു തണലിൽ നിന്ന് കോളേജിലെത്തുന്ന വിദ്യാർത്ഥികൾ അവനൊരു ഇന്ത്യൻ പൗരനാണ്. അഭിപ്രായങ്ങൾ പറയാൻ, ചിന്തിക്കാൻ കഴിവുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് കോളേജിലെത്തുന്ന വിദ്യാർത്ഥി. എന്നാൽ കേരളത്തിലെ പൊതുവായി സ്വാശ്രയ കോളേജുകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാർത്ഥിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക എന്നതാണ് കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന ഹീന പ്രവൃത്തി. ഇവിടെ നമ്മൾ തൃശ്ശൂരിലെ ഈ നെഹ്റു കോളേജിൽ ജിഷ്ണുവിൻ്റെ മരണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഒരു മാൽ പ്രാക്ടീസ് നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ശാരീരിക ആക്രമണം അധ്യാപകരും മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും നടത്തുകയാണ്. ആരാണ് ശാരീരിക പീഡനം നടത്താൻ ഇവർക്ക് അധികാരം കൊടുത്തത്? മാൽ പ്രാക്ടീസ് നടന്നാൽ അതിനെ സംബന്ധിക്കുന്ന നിയമപരമായ കാര്യങ്ങളുണ്ട്, സർവകലാശാല ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ മാൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കഥ മെനഞ്ഞെടുക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയല്ല, ആ കോളേജിലെ നിരവധി വിദ്യാർത്ഥികളെ എത്രയോ കാലമായി മാനസിക ശാരീരിക പീഡനം നടത്തുകയാണ് മാനേജ്മെന്റും പ്രിൻസിപ്പളും ഈ PRO എന്ന് പറയുന്നയാളും. അതിന്റെ അതായത് ഇവിടെ ഷിജു ഖാൻ ആലോചിക്കേണ്ടത്, ഒരു മാൽ പ്രാക്ടീസ് നടന്നാൽ സ്വാഭാവികമായും ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇടപെടണം. അതിന്റെ അല്ലെങ്കിൽ കമ്മിറ്റികളൊക്കെ തന്നെ, സമിതികളൊക്കെ ഉണ്ട്. അതല്ലാതെ PROയ്ക്ക് എന്താണ് ഈ കലാലയത്തിൽ ഈ ഇടിമുറിയിലേക്ക് ഈ വിദ്യാർത്ഥിയെ കൊണ്ടുപോകാൻ എന്താണ് അവകാശം? അതായത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമ്പോൾ, അവർ ശാരീരികവും മാനസികവുമായി തകർന്ന് ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന നിലയിലെത്തുമ്പോൾ ഇത്തരം സ്വാശ്രയ കോളേജുകൾ പറയുന്ന കള്ളക്കഥയാണ് മാൽ പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ മിടുമിടുക്കനായ 89% മാർക്കിൽ 10ാം ക്ലാസ്സും 80-79% മാർക്കിൽ +2 പാസ്സായിട്ടുള്ള മിടുമിടുക്കനായ വിദ്യാർത്ഥി പ്രവൃത്തി പരിചയ മേളയിൽ സംസ്ഥാനത്ത് തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വിദ്യാർത്ഥിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ അദ്ദേഹം ഓരോ വിഷയത്തിലും കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്നയാളാണ് ജിഷ്ണു. അദ്ദേഹം എന്തിനാ ഒരു സംഭവം ഉണ്ടായാൽ ആത്മഹത്യ ചെയ്യുന്നത്? ഇത് യഥാർത്ഥത്തിൽ കരുതി കൂട്ടി മാനസികവും ശാരീരികവുമായി നടത്തിയ പീഡനത്തിനൊടുവിൽ തെരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസാനത്തെ വഴിയാണ് ജിഷ്ണുവിനെ സംബന്ധിച്ച്. നമ്മൾ ഇവിടെ മാത്രമല്ല കാണേണ്ടത്. ആലപ്പുഴയിലെ ഒരു കോളേജിൽ കഴിഞ്ഞ 10-20 ദിവസം വിദ്യാർത്ഥികൾ കഴിഞ്ഞ മാസം നടത്തിയിട്ടുള്ള ഒരു വലിയ സമരം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് അവന്റെ ഇഷ്ടത്തിന് മുടി വളർത്താൻ സാധിക്കുന്നില്ല, അവൻ ഇഷ്ടത്തിന് മീശ വയ്ക്കാൻ സാധിക്കുന്നില്ല, താടി വളർത്താൻ സാധിക്കുന്നില്ല. 5000-ഉം 10,000-ഉം ഫൈനാണ് കോളേജ് മാനേജ്മെന്റ് ചുമത്തുന്നത്. ആലപ്പുഴയിലെ ഒരു സ്വാശ്രയ കോളേജിൽ അതിനെതിരായി വലിയ സമരം നടന്നു. അതുപോലെ തന്നെ കോട്ടയത്തെ മറ്റക്കരയിലെ ഒരു സ്വാശ്രയ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഫോൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് പോലും ഫോൺ ചെയ്യാനുള്ള അനുമതി റദ്ദാക്കി വിദ്യാർത്ഥി പെൺകുട്ടികൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. ഇത് കോട്ടയത്തെയും ആലപ്പുഴയിലെയും മാത്രമല്ല, കേരളത്തിലെമ്പാടും സ്വാശ്രയ കോളേജുകൾ നടക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. നിങ്ങൾ തലക്കെട്ട് കൊടുത്തത് അറവുശാലയോ എന്നാണ്. അത് തെറ്റാണ്. അറവുശാലയ്ക്ക് പോലും ഒരു ധാർമ്മികതയുണ്ട്. ഇത്തരം കോളേജുകളിൽ വൻ തുക കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾ അവസാനം അറവുമാടുകളെക്കാൾ ദയനീയമായി കൊല ചെയ്യപ്പെടുകയാണ്. സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ എവിടെയാണ്? എത്ര കാലമായി ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ നമ്മുടെ കോളേജുകളിൽ നടക്കുന്നു? കുറെ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ പറയും വിദ്യാർത്ഥി സംഘടനയാണ് കുഴപ്പം, വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം നിരോധിക്കണം. ചില സ്വാശ്രയ കോളേജുകൾ സംഘടനാ സ്വാതന്ത്ര്യം നിരോധിച്ചു. സംഘടനാ സ്വാതന്ത്ര്യം നിരോധിക്കുമ്പോൾ എന്താ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല, ഫീസ് വർധനം ഉണ്ടാക്കിയാൽ പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഭയമാണ്. നിങ്ങളൊരു ഒരു കുട്ടിയുടെ അഭിപ്രായം കൊടുത്തല്ലോ, ഒരു കമന്റ് കൊടുത്തല്ലോ, നിങ്ങൾക്ക് ആ കുട്ടിയുടെ മുഴുനീള ചിത്രം കാണിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ? കുട്ടിക്ക് ഭയമാണ്. ഇത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാണോ? കുട്ടി ഭയക്കുകയാണ്. തീർച്ചയായും. ഡോക്ടർ ഗിരീഷ്, അതായത് ഇത് ഒരു പൊതു പശ്ചാത്തലമാണ്. കാരണം കാലങ്ങളായിട്ട് വരുന്ന ഒരു സംവിധാനം, പക്ഷേ അതിലേക്ക് നമുക്ക് എന്താണ് ഈ പറയുന്ന സ്വാശ്രയ കോളേജുകളിലൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് ആർക്കും ഒരു വാർത്തകൾ പോലും പുറത്തേക്ക് വരുന്നില്ല. ഇന്റേണലിന്റെ പേരിലോ വൈവിയുടെ ഒക്കെ തന്നെ പേരിലോ പലപ്പോഴായി എനിക്ക് തോന്നുന്നു കുട്ടികളൊന്നും തുറന്നു പറയാത്ത ഒരു കാര്യം. താങ്കളെ പോലുള്ള ഒരുപക്ഷെ ഇത്തരം കേസുകളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ അഗാധമായി അറിയാൻ കഴിയും. ഒരു പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരു വിഭാഗമായി ഇത് മാറുമ്പോൾ അതൊരു ഞെട്ടലല്ലേ? ഇത് ഞെട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് കോളേജ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരണത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന ചില വളരെ അതിഭീകരമായിട്ടുള്ള വൈകൃതങ്ങളുണ്ട്. അത്തരം വൈകൃതങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കാര്യം. ഫോർ എക്സാമ്പിൾ, മെനിയാന്ന് പോലും ഞാനൊരു കുട്ടിയെ കണ്ടു. മലപ്പുറത്തുള്ള ഒരു ഡെൻ്റൽ കോളേജിൽ പഠിക്കുന്ന BDSന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി. ആ കുട്ടി ആ കോളേജിനകത്ത് അധികൃതരിൽ നിന്നുണ്ടായിട്ടുള്ള വല്ലാത്ത പീഡനം കാരണം വിഷാദ രോഗത്തിന് വിധേയമായി
വിഷാദ രോഗം അനുഭവിക്കുന്ന തരത്തിലായി, അതിന് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ നിൽക്കാൻ പറ്റുന്നില്ല, അത്ര കണ്ടീഷനായ ശേഷം ആ കുട്ടി എന്നെ കാണാൻ വരേണ്ട ഒരവസ്ഥയിലായി. അത് വന്നു കഴിഞ്ഞ ശേഷവും ഇതിനൊരു വിഷാദാവസ്ഥയാണ്, കോളേജിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ പ്രശ്നം അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഇതിൻ്റെ രക്ഷകർത്താക്കൾ ആ കോളേജിൽ പോയി പറഞ്ഞ ശേഷം പോലും അതിനെ പരീക്ഷ എഴുതാൻ പോലും അവസരം നൽകുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള നിയമക്കുരുക്കുകൾ ഉണ്ടാക്കി പീഡിപ്പിച്ച് ആത്മഹത്യ അല്ലാതെ ഒരു മാർഗമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ഉദാഹരണം മിനിയാന്ന് ഞാൻ കണ്ടതാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒട്ടനവധി സംഭവമുണ്ട്. മുൻകാലങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിലുള്ള ഇത്തരം പ്രൊഫഷണൽ കോളേജുകളിൽ കുട്ടികളെ മുറിക്കുള്ളിൽ അടച്ചിട്ട് തല്ലുന്ന അവസ്ഥ ഒരുപാടുണ്ട്. തല്ലുന്ന അധ്യാപകരുണ്ട്, തല്ലൽ വിദഗ്ധന്മാരെ ഇപ്പോൾ പ്രൊഫസർ സഞ്ജിത്ത് കോളേജ് പ്രിൻസിപ്പൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സഞ്ജിത്ത്, കേൾക്കാമല്ലോ? കൈരളി ടിവിയിൽ നിന്നാണ്, കേൾക്കാമല്ലോ? ശ്രീ സഞ്ജിത്ത്, നിങ്ങളുടെ കോളേജില് ഈ ഇടിമുറി, ഈ PRO സംവിധാനം ഒരു ഇടിമുറി ഉള്ളതായിട്ട് അറിയുന്ന വാസ്തവമാണോ? അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. പിന്നെ ഈ പറയുന്ന ജിഷ്ണു എന്ന വിദ്യാർത്ഥി, നിങ്ങൾ എങ്ങനെയാണ് ഒരുപക്ഷെ ഒരു മാൽ പ്രാക്ടീസ് കണ്ട സമയത്ത് നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? അല്ല, അന്നേ ദിവസം ഞാൻ ആദ്യമായിട്ട് പറയാം, അങ്ങനെ ഒരു സംഭവം നടന്നത് ഒരു ദുഃഖമുള്ള കാര്യമാണ്. അത് ഒരു കുട്ടി നമ്മുടെ അവിടുത്തെ ഒരു നെഹ്റു കോളേജിൽ പഠിക്കുന്ന, ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യയായി മരണപ്പെട്ടത് ഒരു ദുഃഖമുള്ള കാര്യമാണ്. ആദ്യമായി അത് പറയുന്നത്. പിന്നെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്, ആദ്യത്തെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് 2 മണി തൊട്ടിട്ട് 5 മണി വരെ ആയിരുന്നു എക്സാം. അന്നേ ദിവസം ഞാനാണ് PRO ആണ് ഞാൻ. ഈ ആ ക്യാമ്പസിലോ ആ പരിസരത്തോ ഞാൻ ഉണ്ടായിരുന്നില്ല. അതായത് താങ്കളാണല്ലോ പ്രിൻസിപ്പൽ? അല്ലല്ല, പ്രിൻസിപ്പൽ PRO സംജിത്ത്. ശ്രീ സംജിത്ത്, ഈ നിങ്ങൾക്ക്, അതായത് ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുവരുന്നു, ഈ കുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെ മുറിവേറ്റു? അല്ല, അത് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ആ കാര്യങ്ങളിൽ അത് പോലീസ് നോക്കിയിട്ട് അതിനനുസരിച്ച്. നിങ്ങളുടെ കോളേജിൽ ശ്രീ സഞ്ജിത്ത്, നിങ്ങളുടെ കോളേജിൽ ഒരു വിദ്യാർത്ഥികൾ, ഒരു വലിയൊരു സമൂഹം തന്നെ പറയാണ്, താങ്കൾക്ക് ഈ PRO എന്ന പണിയല്ലാതെ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നടന്നാൽ അവിടേക്ക് പോകാൻ വിദ്യാർത്ഥികൾ ആരാണ് അധികാരം തന്നത്? താങ്കൾക്ക് ആരാണ് അധികാരം തന്നത്? പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളിൽ താങ്കളുടെ പണി എന്താണ്? താങ്കളുടെ ശ്രീ സഞ്ജിത്ത്, താങ്കളുടെ പണി എന്താണ്? താങ്കളുടെ പണി എന്താണ്? താങ്കളുടെ പണി എന്താണ്? ഞാൻ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ PRO ആണ്. ഞാൻ അതില് ആ മാൽ പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതാത് ചീഫ് സൂപ്രണ്ടായ അതാത് കോളേജുകളിലെ ചീഫ് സൂപ്രണ്ടായ പ്രിൻസിപ്പാൾമാരാണ് അത് നോക്കുന്നത്. അങ്ങനെ ഒരു കോപ്പി അടിച്ചുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തു. അത് പ്രിൻസിപ്പാള് മറ്റേ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ അവനെ ഒരു വാർണിംഗ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. ഈ വിദ്യാർത്ഥി മാൽ പ്രാക്ടീസ് നടത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ല, അത് ഇൻവിജിലേറ്റർ ആണ്. അത് ഇൻവിജിലേറ്ററുടെ പണി താങ്കളാണോ ചെയ്യുന്നത്? അല്ലല്ല, ഇൻവിജിലേറ്റർ ആണല്ലോ ചെയ്യുന്നത്. അല്ല, പ്രവീൺ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. ഇൻവിജിലേറ്റർ ആണ് അത് ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യണത്. അത് നോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. താങ്കൾക്ക് താങ്കൾക്ക് മറ്റു പണികൾ എന്താണ് കോളേജിൽ? എനിക്കോ? അല്ല, ഞാൻ PRO പണി തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഇടിമുറി എന്ന മുറിയിലേക്ക് ഒരു താങ്കൾ കൊണ്ടുവന്ന് താങ്കൾ തല്ലിയ സംഭവം പല ആളുകൾ, കാരണം ബൈറ്റ് ഒരു അന്വേഷണത്തിലേക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ അതിൽ നിന്ന് വേറെ ഓരോ കാര്യങ്ങൾ പറയാന്നല്ലാണ്ട് അതിൽ യാതൊരു വാസ്തവുമില്ല. ഇടിമുറി എന്ന പേര് രേഖപ്പെടുത്തിയ മുറിയല്ല ഞാൻ പറഞ്ഞത് ശ്രീ സംജിത്ത്. അങ്ങനെയുള്ള ഒരു ആരോപണം യാതൊരു വാസ്തവുമില്ല. പ്രിയപ്പെട്ട സംജിത്ത്, എനിക്ക് സംജിത്തിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് ദുഃഖം വന്നത്? നിങ്ങൾ ഞങ്ങളെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നിങ്ങൾ ഒരു റീത്ത് വെക്കാനുള്ള ഒരു മാന്യത പോലും നിങ്ങളെ കോളേജിൽ കാണിച്ചോ? അവന്റെ സഹപാഠികൾക്ക് ഒരു നോക്ക് ഞങ്ങളുടെ കുട്ടിയെ ഒന്ന് കാണാൻ നിങ്ങൾ അവസരം ഒരുക്കിയോ? അത് ആ കോളേജിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വിവരം വൈകുന്നേരമാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഒറ്റപ്പാലം സ്റ്റേഷനിലാണ് ഒറ്റപ്പാലം നിങ്ങളുടെ കോളേജ് ഉടമ P. കൃഷ്ണകുമാർ അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവം ഈ വിദ്യാർത്ഥി ശ്രീ ശ്രീജിത്ത്, ഞാൻ മടങ്ങിയെത്താം. ശ്രീ സംജിത്ത് കേൾക്കാമെങ്കിൽ ഈ വിദ്യാർത്ഥി
ഞരമ്പ് കണ്ടിച്ച് അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന വിവരം കിട്ടിക്കഴിഞ്ഞിട്ട് ഈ പ്രവീൺ എന്ന് പറയുന്നത് താങ്കൾ PRO ആണല്ലോ, താങ്കളുടെ അത് മാത്രമല്ല ബാക്കിയുള്ള അധ്യാപകരും കോളേജിന്റെ മൊത്തവും പ്രവർത്തനവും താങ്കളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഈ അധ്യാപകരുടെ അടുത്തേക്ക് വിദ്യാർത്ഥികൾ ചെന്ന് വിവരം പറയുമ്പോൾ എടുത്ത നിലപാട് ശരിയായിരുന്നുവോ? ആ സമയത്ത് ഇടപെട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അവിടെ നിങ്ങൾ സ്വീകരിച്ച നടപടി അത് സ്വീകരിച്ചു. അത് അപ്പോൾ തന്നെ അത് വിവരം റോൾ കോൾ നടക്കുന്ന സമയത്താണ് ഈ ജിഷ്ണു അവിടെ എത്താത്ത വിവരം അറിഞ്ഞത്. അത് അപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റുഡൻസും എല്ലാവരും കൂടി അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ സ്റ്റുഡൻസ് ആണ് കൊണ്ടുപോയി. അത് സംബന്ധിക്കുന്നു, സ്റ്റുഡൻസ് കൊണ്ടുപോയി, ഗതികേട് കൊണ്ട് കൂടെയുള്ള വിദ്യാർത്ഥികൾ കൊണ്ടുപോയി. ഇത് റിപ്പോർട്ട് ചെയ്ത അധ്യാപകൻ പ്രവീൺ എവിടെയായിരുന്നു? പ്രവീൺ അറിഞ്ഞിരുന്നോ ഈ വിവരങ്ങൾ? പ്രവീൺ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. പ്രവീൺ ഹോസ്റ്റലിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. എന്നിട്ട് എന്തേ അദ്ദേഹം ഒന്നും ഇടപെട്ടില്ല? അല്ല, അദ്ദേഹം വരുമ്പോഴേക്കും ഈ കുട്ടീനെ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളത് നോക്കാണ് ആ വണ്ടിയായിട്ടാണ് പോയത്. അല്ലല്ലല്ല, കളവ് പറയല്ലേ ശ്രീ സഞ്ജിത്ത്. താങ്കൾ കളവ് പറഞ്ഞ് രക്ഷപ്പെടല് ദയവായി. അതായത് ആ സമയത്ത് മണിക്കൂറുകളോളം ഈ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ മരണത്തോട് മല്ലിടുന്ന ഈ ശരീരവുമായി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതാണ് സംഭവിച്ചത്. അല്ല, അങ്ങനെ ഒരു സംഭവം എന്റെ അറിവിലില്ല. താങ്കളുടെ അറിവിൽ കാണില്ല, താങ്കൾക്ക് ഇതറിയില്ലല്ലോ. അവിടെ പ്രവീൺ എന്ന് പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന ശ്രീ സഞ്ജിത്ത്, പ്രവീൺ എന്ന് പറയുന്ന പോലീസിനെ അന്വേഷിക്കാമല്ലോ. ഈ കോളേജിൽ എല്ലാം പോലീസ് അന്വേഷിക്കണം. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തുന്ന മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നാളെ നാട്ടുകാരെ നേരിടും. വിദ്യാർത്ഥികളും യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം ഇത്തരം ഗുണ്ടായിസത്തെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഗുണ്ടാപ്പണി ചെയ്യാനാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഇത്തരം സ്ഥാപനങ്ങൾ നിയോഗിച്ചിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി ആത്മഹത്യയുടെ സ്റ്റേജിലാണ്, അവന്റെ ഞരമ്പ് മുറിച്ചിരിക്കുന്നു, ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഈ അധ്യാപകന്റെ മറുപടി ഇന്ന് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. എനിക്ക് ഭയമാണ്. എന്തിനാ ഭയക്കുന്നത്? ഭയക്കുന്നു എങ്കിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം നടത്തി എന്നാണ് അർത്ഥം. ഇത്തരം സ്ഥാപനങ്ങളിൽ ഇടിമുറി ഇല്ലാതെ ആരെങ്കിലും പറയോ? കള്ളം പറയോ വിദ്യാർത്ഥികൾ? അങ്ങനെയൊന്നും പറയില്ല. ഇടിമുറി ഉണ്ട്. ഇടിക്കാൻ കേരളത്തിൽ ഈ കോളേജ് മാത്രമല്ല പല കോളേജുകളിലും മാനേജ്മെന്റുകൾ ഗുണ്ടകളെ ഇറക്കിയിരിക്കുകയാണ്. സമഗ്രമായ അന്വേഷണം നടത്തണം. ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സമഗ്രമായ അന്വേഷണം നടത്തണം. നാളെ പൊതുസമൂഹം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടും. മാത്രമല്ല, നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങാൻ പേടിയാ. ഞങ്ങൾ പല വിദ്യാർത്ഥികളോടും ചോദിച്ചു. വിദ്യാർത്ഥികൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഉടൻ പ്രിൻസിപ്പൾ ശ്രീ സഞ്ജിത്തെ, ദയവായി താങ്കൾ എന്തായാലും താങ്കൾ കൂടി തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ട് ഞാൻ ആദ്യമേ അഭിനന്ദിക്കുന്നു. കാരണം ഇക്കാര്യത്തിൽ എന്തായാലും നമുക്ക് പ്രതികരിച്ച് തന്നെ മുന്നോട്ട്. ഇപ്പോൾ നമ്മോടൊപ്പം കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ അമ്മ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. പറഞ്ഞോളൂ, കേൾക്കാമോ? ആ ടെലിവിഷന്റെ വോളിയം കുറച്ച് വെച്ച് സംസാരിക്കണം ദയവായി. പറഞ്ഞോളൂ. കാരണം എന്റെ മകൾക്കും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് പ്രശ്നങ്ങൾ കേൾക്കുമ്പോ ഇത്രയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നങ്ങൾ കുറെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല. സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല, റൈറ്റ്സ് ഇല്ല. കാരണം പിന്നെ പേരന്റ് ടീച്ചർ അസോസിയേഷൻ ഇല്ല, ക്യാമറ ഇല്ല. പിന്നെ അവിടെ ഉള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടിമുറി, കുറെ ആ തരത്തിലുള്ള സ്റ്റാഫുകള്, അങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളതായിട്ട് നമുക്കൊരു അറിവുള്ളത്. ഇപ്പൊ ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചതിന്റെ പേരില് നമുക്ക് വളരെ ആശങ്കയുണ്ട്. നാളെ ഇത് സംഭവിക്കാമെന്നൊന്നും നമുക്ക് കൂട്ടി കാണാൻ പറ്റില്ല. അപ്പൊ ഏത് ലെവലിലായാലും ഇത് ഗവൺമെന്റ് ഇടപെട്ടിട്ടോ തീർച്ചയായും അത്തരം ഇടപെടൽ തേടേണ്ടി വരും. സംജിത്ത്, ഇതെന്താ കോൺസെൻട്രേഷൻ ക്യാമ്പാണോ ശ്രീ സംജിത്ത്? അതായത് തോന്നിയ രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുക, അതായത് സംഘടനാ സ്വാതന്ത്ര്യം, വിദ്യാർത്ഥികൾക്ക് ആശയപരമായി കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല, അധ്യാപക രക്ഷകർത്തൃ സംവിധാനം പോലും ഇല്ലാതെ എന്തിനിത് നടത്തിക്കൊണ്ടുപോകും? അറബുശാലയാണോ ശ്രീ സംജിത്ത്? പേരൻസിനെയൊക്കെ നമ്മൾ എല്ലാ സെമിസ്റ്ററിലും നമ്മൾ പേരൻസിനെ നമ്മൾ വിളിക്കുന്നതാണ്. അതിൽ വരാത്ത നമുക്കറിയില്ല. എല്ലാ പേരൻസിനെയും നമ്മൾ എല്ലാ സെമിസ്റ്ററിലും നമ്മൾ വിളിക്കുന്നതാണ്. പേരൻസ് മീറ്റിംഗ് ഉണ്ടാവുന്നതാണ്. അംഗീകൃത PTA ഉണ്ട്, PTA സംവിധാനമുണ്ട്. അവിടെ എല്ലാ പേരൻസിനെയും നമ്മൾ വിളിക്കാറുള്ളത്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് PTA സംവിധാനം ഔദ്യോഗികമായി ഉണ്ടോ ഇല്ലയോ? PTA ഉണ്ടല്ലോ. അവിടെ ഞങ്ങൾ എല്ലാ സെമിസ്റ്ററിലും ഓരോ 6 മാസം സെമിസ്റ്ററിലും ഞങ്ങൾ എല്ലാവരും മീറ്റിംഗിന് വിളിക്കുന്നതാണ്. ഞാനത് വ്യക്തമായി. PTA എന്ന് പറഞ്ഞാൽ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ്. അത് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാക്കണം. ആ സ്ഥാപനങ്ങൾ നമ്മൾ പറയുമ്പോൾ 6 മാസം ഒരിക്കൽ യോഗം ചേരാനല്ല. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ കോളേജിന്റെ സുഗമമായ നടത്തിപ്പിന് ഒരു സ്ട്രക്ചർ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്. ആ സ്ട്രക്ചറിനനുസരിച്ച് നിങ്ങൾ അവിടെ PTA ഇല്ല എന്നാണ് ഒരു രക്ഷാകർത്താവ് പറഞ്ഞത്. നിങ്ങൾ വിദ്യാർത്ഥി അറിയേണ്ടത് നിങ്ങൾ PRO ആണ്.
നിങ്ങൾ PR ആണ് കോളേജിലെ ചലനങ്ങൾ ചെറു ചലനങ്ങൾ പോലും ഇടപെടുന്ന വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു PTA സംവിധാനം അറിയാത്ത ആൾ ഈ പണി ഉപേക്ഷിക്കണം സാർ? നിങ്ങളുടെ കോളേജിനെ കുറിച്ച് ശ്രീ സംജിത്ത് ആദ്യമായിട്ടല്ല ഇത്തരം അഭിപ്രായങ്ങൾ വരുന്നത്. താങ്കൾ അതായത് ഒരു വിദ്യാർത്ഥിയുടെ കരണത്ത് അടിച്ച അധ്യാപകൻ ഉണ്ട്, അത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, താങ്കൾക്കും ബോധ്യമുള്ളതാണ്. തെളിവുകൾ വേണമെങ്കിൽ നാളെ തരാം. സംഭവം എന്റെ അറിവിലില്ല. അതെ, യെസ്, ഞാൻ താങ്കളിലേക്ക് ദയവായി താങ്കൾ തുടരുക. ദയവായി അന്വേഷണം നടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി. പോലീസ് അന്വേഷിക്കും. കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് PTA, നിങ്ങൾ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അല്ലേ? ഒരു സ്ഥാപനത്തിൽ PTA ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യമില്ല. ഇത് ഏത് രാജ്യമാണ്? രാജ്യത്തിന്റെ ഭരണഘടന വിദ്യാർത്ഥികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ, പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അവരെ പീഡിപ്പിക്കുകയാണ്, ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുക. തൃശ്ശൂരിൽ മാത്രമല്ല, ഇപ്പോ ഞാൻ പറയാം, ആലപ്പുഴയിലെ ശ്രീബുദ്ധ കോളേജ് ഹോളി ആഘോഷിച്ച കുട്ടികളെ ഗുണ്ടകളെ നിരത്തി ഫേസ്ബുക്കിൽ വാട്സ്ആപ്പ്. ഷിജു, അതിനു മുമ്പ് യാഥാർത്ഥ്യം ശ്രീ സംജിത്ത് താങ്കൾ നിന്ന് തന്നെ പറയണം, കാരണം ഇല്ലെങ്കിൽ ഒളിച്ചോട്ടമായി പോകും. ഇപ്പോൾ നിതിൻ നമ്മോടൊപ്പം കോളേജിലെ ഇതേ നെഹ്റു കോളേജിന്റെ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാട്ടിയതിന് പുറത്താക്കിയ നിതിൻ നമ്മോടൊപ്പം ചേരുന്നു. നിതിൻ, എന്താണ് ഈ പറയുന്നത്? കേട്ടുകേഴ്വികൾ മാത്രമാണോ? അതിനപ്പുറത്തേക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ടോ? എന്താണ് ഇത്തരം കോളേജിന്റെ പൊതുസ്ഥിതി? എന്താണ്? അല്ല, ഈ പറഞ്ഞു കേട്ടാൽ എല്ലാ സത്യങ്ങളാണ്. കാരണം ഞാൻ ഈ വിഷയം 2009-2010 വർഷം കോയമ്പത്തൂർ നെഹ്റു കോളേജ് അനുഭവിച്ച ഒരാളാണ്. ഞാൻ കോളേജിനകത്തുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ലാപ്ടോപ്പ് വാങ്ങി വെക്കുകയും പിന്നീട് അതിൻ്റെ പേരിൽ പല വിഷയങ്ങളുണ്ടായപ്പോൾ പരാതി കൊടുക്കുകയും ചെയ്തപ്പോൾ എന്നെ അനിശ്ചിതകാലത്തേക്കാണ് ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഒരു ലാപ്ടോപ്പിൽ സിനിമ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് ഒരു 3 പേർ കൂടിയിരുന്ന് റൂമിലല്ലാത്ത വേറൊരു വിദ്യാർത്ഥിയോട് വന്നുകൊണ്ട് സിനിമ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അനിശ്ചിതകാലത്തേക്കാണ് ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഞാൻ TC വേണം എന്ന് പറഞ്ഞപ്പോൾ TC തരണമെങ്കിൽ ഇനിയുള്ള 4 സെമസ്റ്ററിന്റെ ഫീസും അതോടൊപ്പം ഹോസ്റ്റൽ ഫീസ് അടക്കം ഭീമമായ തുക അടയ്ക്കണം എന്ന് പറഞ്ഞതാണ്. ഒരുപക്ഷെ നെഹ്റു കോളേജിന് കീഴിലുള്ള ഏത് കോളേജിന്റെ കാര്യമാണ് പറയുന്നത്? ഞാൻ പറഞ്ഞ നെഹ്റു കോളേജിന് കീഴിലുള്ള നെഹ്റു കോയമ്പത്തൂർ ഉള്ള നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ കുറിച്ചാണ് പറഞ്ഞത്. അതോടൊപ്പം ചേർക്കുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കണം, ആ കോളേജിനകത്ത് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒപ്പിട്ട് വാങ്ങുന്ന പ്രോസ്പെക്ട്സ് നോക്കണം. ആ കോളേജിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി പാടില്ല. ആ കോളേജ് പറയുന്ന പോലെ അനുസരിക്കണം, ഇല്ലെങ്കിൽ ഫൈനാണ്. ഒരു ആർട്സ് കോളേജിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ താടി വെച്ച് കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ അടയ്ക്കണം എന്ന് പറയുന്ന കോളേജ് വേറെ ഏത് നാട്ടിലാണ് ഉണ്ടാകുക? പിന്നെ ഇടിമുറിയുടെ കാര്യമൊന്നും പറയണ്ട, ഇടിമുറിയൊക്കെ ക്യാമ്പസിനകത്തുണ്ട്. ഈ നെഹ്റു ഗ്രൂപ്പിന്റെ എല്ലാ ക്യാമ്പസിനകത്തുണ്ട്. കാരണം ഞാൻ അവിടുന്ന് TC വാങ്ങി പോരുമ്പോ, പലവിധ സമ്മർദ്ദം ചെല്ലി TC വാങ്ങി പോരുമ്പോൾ എന്നോട് അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞത്, പുറത്തു പോയി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒറ്റപ്പാലത്തുള്ള ആളാണ്, പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിലൊക്കെ തന്നെയുണ്ട്, നിന്നെ പുറത്തു വെച്ച് കാണിച്ചു തരാം എന്നാണ് അയാൾ പറഞ്ഞത്. ഇതാണ് അവിടുത്തെ നെഹ്റു കോളേജിലെ മറ്റൊരു പ്രസിദ്ധ കോളേജിലെ അവസ്ഥ. ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഷിജു ഖാനിലേക്കും ഡോക്ടറിലേക്കും എത്താം. നേരത്തെ സംസാരിച്ച മാതാവ്, വിദ്യാർത്ഥിയുടെ മാതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ടെലിഫോൺ ലൈനിലുണ്ടല്ലോ, കേൾക്കാമല്ലോ? വിദ്യാർത്ഥിയുടെ മാതാവ് കേൾക്കാമല്ലോ? കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, എന്റെ മകൻ ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത്. ഇതുവരെ PTA മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അല്ലല്ല ഞാൻ ചോദിച്ചത് പേര് ദയവായി പറഞ്ഞാൽ കൊള്ളാം. പേര് പറയാൻ വേണ്ട. ഓക്കെ. തീർച്ചയായും അത്രത്തോളം ഭയപ്പാടാണ് ശ്രീ ഷിജു ഖാൻ, ഡോക്ടർ ഗിരീഷ് നോക്കേണ്ടത്. പേര് പറയേണ്ടതില്ല. അവിടെ ഈ പറയുന്ന PTA സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ ഔദ്യോഗികമായി? PTA ഉള്ളതായിട്ട് നമുക്കറിയാം, ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ടെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇവർ PTA മീറ്റിംഗ് വിളിച്ചാലും കുട്ടികൾ തുമ്മി ചീറ്റി താടി വെച്ചു, ബ്രേസ്ലെറ്റ് ഇട്ടു, മാല ഇട്ടു, ഈ വക കാര്യങ്ങളല്ലാതെ ഇവർ വേറ്റ് കാര്യങ്ങളൊന്നും പറയാറില്ല. പിന്നെ അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അക്കാഡമിക് എക്സലൻസ് അവിടെ നിർബന്ധമല്ല. അവർ ഡിസിപ്ലിൻ എന്നൊരു വാക്ക് മാത്രമേ അവിടെ പ്രയോഗിക്കുന്നുള്ളൂ. അവിടെ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി പട്ടി ആട്ടുന്ന പോലെയാണ് ഈ കുട്ടികളെ ആക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്കുള്ള അറിവ്. ഈ ഗുണ്ടകളെ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ അത് യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയില്ല. കാരണം കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി, നമ്മള് പിന്നെ വേറെ നിവർത്തിയില്ല, ചേർന്നാലേ നമുക്ക് ഹയർ ഓപ്ഷൻ കിട്ടുള്ളൂ.
അതുകൊണ്ട് നമ്മൾ അവിടെ ചേർന്ന് പക്ഷേ ഹയർ ഓപ്ഷൻ കിട്ടിയില്ല, അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരാന്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ തൃശ്ശൂരുള്ള ഒരു കുട്ടിക്ക് ഇടുക്കിയിലുള്ള കുട്ടിക്ക് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കുന്ന ഒരു നിലപാട് ഈ ഓൺലൈൻ സിസ്റ്റത്തിൽ അങ്ങനെയാണ്. നമുക്കറിയില്ല ഇതിന്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ഈ പ്രിൻസിപ്പൾ അല്ല കാര്യങ്ങൾ അവിടെ തീരുമാനിക്കുന്നത് എന്ന, അതായത് പ്രിൻസിപ്പളിനേക്കാൾ ഉപരി ബാഹ്യമായിട്ടുള്ള ഇടപെടൽ, അങ്ങനെ ഒരു സംവിധാനം അങ്ങനെയാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം പ്രിൻസിപ്പലിനോ മറ്റാർക്കോ അവിടെ അധികാരങ്ങളില്ല. അവിടെ മാനേജ്മെന്റിൽ നിന്ന് അപ്പോ വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക, അതാണ് ഇവരുടെ ഇപ്പൊ ജോലി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ലാസ് റൂം അടച്ചിട്ട് പോലും ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. അത് കുറെ മാനേജ്മെന്റിന്റെ ആൾക്കാരുണ്ട്, അവരപ്പോ വന്നിട്ട് റൂം തുറന്നിടുക. അപ്പൊ അതൊക്കെ ഉദ്ദേശം എന്താ, ഞാനും കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ലെക്ചറിൽ എടുക്കുന്ന സമയത്ത് റൂം അടച്ചിടുന്നതൊക്കെ പതിവാണ്. തീർച്ചയായും വളരെ നന്ദി. ഈ അവസ്ഥയിൽ ഇതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയതിന് പേര് വെളിപ്പെടുത്താതെ ഒരു മാതാവ് ഭയന്നുകൊണ്ട് സ്വന്തം മകൻ ആ കോളേജിൽ പഠിക്കുന്ന അവസ്ഥയിലും കാര്യങ്ങൾ വെളിപ്പെടുത്തിയാണ്. ശ്രീ സംജിത്ത്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. PRO, ഇതൊക്കെയാണ് സാർ കാര്യങ്ങൾ. അല്ല, ഇതിലിപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോ ആ മാതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ ഫസ്റ്റ് ഇയർ ഒരു കുട്ടിയുടെ മാതാവാണ് ഉണ്ടായിരുന്നത്. ഇതില് 3.5 മാസം 3-4 മാസമായിട്ടുള്ള ഫസ്റ്റ് ഇയർ ക്ലാസ് തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ PTA മീറ്റിംഗ് വിളിച്ചിട്ടില്ല. അത് ഈ സെമിസ്റ്ററിലെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തതിലാണ് വിളിക്കുക. ഓരോ 6 മാസം കൂടുമ്പോഴാണ് നമ്മൾ PTA മീറ്റിംഗ് വിളിക്കുക. വിളിച്ചിട്ട് എന്താണ് സാർ നിങ്ങൾ ചെയ്യാറുള്ളത്? വിളിച്ചിട്ട് നമ്മൾ അക്കാഡമിക്സിന്റെ കാര്യങ്ങളാണ് ക്ലിയർ ആയിട്ട് ഓരോരോ ആ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റീസ് ഇരുന്ന് ഓരോരോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുമായി എല്ലാവരും അക്കാഡമിക്സ് കാര്യങ്ങളും പിന്നെ ഈ കോളേജിന്റെ ഓരോരോ എന്തെങ്കിലും കുറവുകളും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ വിദ്യാർത്ഥികൾ ശ്വാസം മുട്ടുന്ന കാര്യങ്ങൾ, അവർ ഒരുപക്ഷെ അവരുടെ കിടക്കുന്ന റൂമുകളിൽ പോലും ക്യാമറകൾ പറയാൻ ഒരു സാഹചര്യമില്ല. അതൊക്കെ ഈ കാലത്ത് ഒരു സംഭവം ഒരിക്കലും നടക്കുന്ന സംഭവങ്ങളല്ല. അങ്ങനെ ഒരു സംഭവം അവിടെയില്ല. അല്ലല്ല ശ്രീ PRO, എല്ലാം വരണം. കാരണം ഇത് സർക്കാർ തലത്തിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധ പോകേണ്ടിയിരിക്കുന്നു. കാരണം അതുപോലെ ശ്രീ സംജിത്ത്, നിങ്ങൾ മാത്രമല്ല, ഇതുപോലെ കേരളത്തിലെ ഒട്ടനവധി കോളേജുകൾ, അവർക്കൊക്കെ തന്നെ ഒരു പാഠമായിരിക്കണം. നിങ്ങൾ ഇവിടെ ഈ ഒരു സംവിധാനത്തെ ദുരുപയോഗം ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ആത്മാർത്ഥമായി പറയാൻ കഴിയും ശ്രീ സംജിത്ത്? അല്ല, നമ്മള് അങ്ങനെ ഒരു ഇങ്ങനെ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ഞാൻ എല്ലാം നിഷേധിക്കുകയാണ്. അതങ്ങനത്തെ ഒരു സംഭവങ്ങൾ അവിടെ ഇല്ല. ഇത് പുറമേ നിന്നുള്ള ബാഹ്യ ഇത് കൊണ്ട് എന്തോ അങ്ങനെ പറയണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് അതായത് ഒരു മാനസിക പീഡനവും ഏൽക്കാതെ വിദ്യാർത്ഥിക്ക് തോന്നി, അവൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അവന് കുസൃതിത്തരം പോലെ തോന്നി ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന്. അതിനപ്പുറത്തേക്ക് ഒന്നും അങ്ങനെ അതല്ല. അതിപ്പോ എന്ത് ബേസിലാണ് ആത്മഹത്യ ചെയ്യുന്നത് നമുക്കറിയില്ല. അതിന്റെ കോളേജിൽ വെച്ച് നടന്നതിന് ഉത്തരവാദിത്തം പറയേണ്ടത് നിങ്ങളാണ് സാർ. താങ്കൾ PRO ആണെങ്കിൽ ആ കോളേജിൽ നാളെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? ശ്രീ സംജിത്ത്, താങ്കൾ PRO ആണെങ്കിൽ നാളെ അവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? അത് താങ്കൾ ആദ്യം പറ. അല്ല, ഇതൊരു ഈ പാമ്പാടി നെഹ്റു കോളേജ് എന്ന് പറയുന്നത് 14 വർഷമായിട്ടുള്ള 2002 തുടങ്ങിയിട്ടുള്ള കോളേജാണ്. അത്രയും സ്റ്റുഡൻസ് അവിടെ നിന്ന് അത്രയും നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസും അലുമിനയും എല്ലാം ഉള്ളൊരു കോളേജാണ്. അതിനെ പറ്റിയാണ് ഇത് പറയുന്നത്. അത് ഇത്രയും കൊല്ലം ഇങ്ങനെ അടിച്ചമർത്തി എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഇത്രയും കാലം ഒരു ന്യൂസും ഒന്നും ഇല്ലാതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. യെസ്, ഞാൻ മടങ്ങിയെത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം ദയവായി സംജിത്ത് തുടരുക, മറ്റ് അതിഥികളും തുടരുക. പെട്ടെന്ന് മടങ്ങിയെത്താം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ പീപ്പിളിന്റെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി, പേര് വെളിപ്പെടുത്താത്ത വിദ്യാർത്ഥി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താങ്കൾ എങ്ങനെ ഈ കാര്യങ്ങളെ കാണുന്നു? താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. PRO പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടു. പക്ഷെ ഇതിന് 12 വർഷം എന്ന് പറഞ്ഞില്ല, ഒരു 5 വർഷം മുമ്പേ ലേഡീസ് ഹോസ്റ്റലില് മൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇതേ ആൾക്കാർ തന്നെ ആണുങ്ങൾ കയറി ലേഡീസ് ഹോസ്റ്റൽ മൊത്തം പരിശോധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അതെന്റെ ഫ്രണ്ട് അവിടെ പഠിച്ചുകൊണ്ടറിയാം. അതേപോലെ തന്നെ ഞാൻ പഠിച്ചത് 2010-2013 ഇതേ മാനേജ്മെന്റിന്റെ കീഴിലെ നെഹ്റു കോളേജ് കോയമ്പത്തൂരാണ്. അവിടെ സെന്തിൽ എന്ന് വിളിക്കുന്ന സാറെ പിള്ളേരെ വട്ടോളി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം സ്റ്റുഡൻസിനെ കമ്പിക്കടിക്കാൻ പോകുന്ന ഫോട്ടോ എന്റെ
യെസ്, അതായത് ഈ മറ്റ് കോളേജുകളിലെല്ലാം ഇത്തരം പ്രവണതകൾ ഇവരുടെ ഈ ഗ്രൂപ്പിന്റെ കീഴിൽ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെ എന്റെ മുൻപിൽ വെച്ച് അടിച്ചിട്ടുണ്ട് സ്റ്റുഡൻസിനെ. എന്റെ കയ്യിലെ ഫോട്ടോയും ഉണ്ട്. ഇദ്ദേഹം ഇരുമ്പ് കമ്പിക്ക് സ്റ്റുഡന്റിനെ അടിക്കാൻ പോകുന്നതിന്റെ അതായത് പറയുന്നത് പച്ചക്കള്ളമാണത്. അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കാൾ ഭീകരമായ അവസ്ഥ ഈ സമയത്ത് ടീച്ചേഴ്സ് മീറ്റിംഗിൽ ഉപയോഗിക്കുന്ന ബോർഡ് റൂമിലാണ് ഇവർ സ്റ്റുഡൻസിനെ കയറ്റി അടിക്കുന്നത്. നമ്മൾ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്നും ID കാർഡ് പിടിച്ചു വാങ്ങുകയും എന്നിട്ടാണ് ഞങ്ങൾ എടുത്തിട്ട് അടിക്കുക. വളർത്തിയാൽ അടിക്കും. ആരെങ്കിലും ഇത്തരം പ്രവണതകളെ ചോദ്യം ചെയ്യാറുണ്ടോ? ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, സസ്പെൻഷനും കിട്ടിയിട്ടുണ്ട്. യെസ്, തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീജിത്ത്, ഇതാണ് അവസ്ഥകൾ. നിങ്ങൾക്ക് നഷ്ടം നിങ്ങളുടേത് മാത്രമാണെങ്കിലും ഇത് ഒരു സമൂഹത്തെ ഉണർത്തേണ്ട ഒരു സമയമാണ്. എങ്ങനെയാണ് താങ്കളുടെ PROയുടെ വാക്കുകളെ ശ്രീജിത്ത്, താങ്കൾ പോയി അവിടെ ആശുപത്രിയിൽ പോയി തലേ ദിവസമൊക്കെ തന്നെ പോയ വ്യക്തിയാണ്. ഈ പറയുന്ന സംജിത്ത് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണോ? ശ്രീജിത്ത്, മാന്യത പോലും ഞങ്ങളോട് കാണിച്ചില്ല ഒരു തവണയെങ്കിലും. ഹലോ, കേൾക്കാം. ഒരു തവണയെങ്കിലും ഞങ്ങളുടെ കുട്ടിയെ തിരിഞ്ഞു നോക്കാനോ അവരുടെ നാട്ടിൽ അവരുടെ കോളേജിൽ ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്താണ് അവിടെ ഫീസ് കൊടുത്തിട്ടുള്ളത്. അവർക്കൊന്ന് തിരിഞ്ഞു നോക്കാനോ അവിടെ ഒരു സംവിധാനം ഒരുക്കാൻ അവരാരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ സഹപാഠികൾക്ക് ഒരു നോക്ക് അവനെ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല. ഇതൊന്നും ഞാൻ ഇവരിൽ നിന്ന്, ഇത്രയും ഭീകരമായി ഇങ്ങനെ പെരുമാറുന്ന ഇവരിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, മനുഷ്യത്വം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു ചോദ്യം, അവൻ കോപ്പി അടിച്ചിട്ടുണ്ടോ? അതിനൊരു മറുപടി തരണം. അവൻ തുണ്ട് പേപ്പർ വെച്ച് കോപ്പി അടിച്ചിട്ടുണ്ടോ? സംജിത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവൂലേ? PRO അല്ലേ? ഇപ്പൊ ദിവസം 2 കഴിഞ്ഞല്ലോ. എന്താണ് സംജിത്തിന്റെ മറുപടി? അല്ല, അതില് ഒരു കാര്യമുള്ളത്, അന്നത്തെ നടന്ന ദിവസം ഞങ്ങൾ ആശുപത്രിയിലും ഉണ്ടായിരുന്നു. അല്ലല്ല, ചോദ്യം അതല്ല. ഈ വിദ്യാർത്ഥി കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ഷിജു ഖാൻ തെളിവുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രവണത നടന്നോ? ഈ വിദ്യാർത്ഥി നടത്തിയോ? അല്ല, അതാണ് ഇൻവിജിലേറ്റർ ആണല്ലോ അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്ത് കണ്ടുപിടിച്ചു? അല്ല, കോപ്പി അടിച്ചിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. അധ്യാപകൻ പ്രവീൺ. അല്ല, അത് ഇൻവിജിലേറ്റർ ആണ്. എന്ത് കിട്ടി? അതിനൊരു ഗ്രൗണ്ട് ഉണ്ടാവണം. എങ്ങനെയാ കോപ്പി അടിച്ചത്? കുട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞാൽ ഉടനെ കോപ്പി അടി നിയമപ്രകാരം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അതിന് ഏത് സർവകലാശാല ചട്ടം? സ്റ്റുഡൻസ് ഡിസിപ്ലിനറി കമ്മിറ്റി സർവകലാശാല പരിശോധിക്കുമ്പോൾ ഒരു സാഹചര്യമില്ലാത്തയാൾ തലയൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ ഉടനെ അവനെ പിടിച്ച് കോപ്പി അടി എന്ന് പറഞ്ഞ് വകുപ്പ് എടുക്കുന്നു. എന്താ കോപ്പി അടിച്ച് നിങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കിയ പ്രശ്നം? 1 വർഷം അവന് പരീക്ഷ എഴുതാൻ പറ്റില്ല. തെളിവ് എവിടെ സംജിത്ത്? തെളിവിലാണല്ലോ അതൊന്നും പറഞ്ഞ നമുക്ക് തെളിവ് എവിടെ സംജിത്ത്? തെളിവ് എവിടെ? പറയുന്നതിനൊക്കെ യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ യാതൊരു കാരണവശാലും നമ്മൾ ഇത് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ അടുത്ത് പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളുമായി ചീഫ് സൂപ്രണ്ടായ പ്രിൻസിപ്പാൾ അവരായിട്ട് സംസാരിച്ച് അതിൽ യാതൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ ഒരു തരത്തിലും ശരിയല്ല. നിങ്ങൾ ആര് പറഞ്ഞു? ഈ സ്കൂളിലെ അധ്യാപകൻ പ്രവീണാണ് ഇത് വെട്ടിക്കളഞ്ഞത്. മാനസികമായും ശാരീരികമായും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. നിങ്ങൾ മാത്രമല്ല, കേരളത്തിൽ പലയിടങ്ങളിലും പല സാറുമാരും ചെയ്യുന്ന പരിപാടിയാണ്. ഇഷ്ടമില്ലാത്ത കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തുക. അല്ല, എവിടെയാണ് തെളിവ്? നിങ്ങൾ പറയുന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഈ അതായത് സർവകലാശാലയ്ക്ക് ചേരാത്ത പ്രവണത ഈ കുട്ടി ചെയ്തു എന്ന് നിങ്ങൾ അടിയുറച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം അതിന് രേഖകൾ വേണം, തെളിവുകൾ വേണം. അതുണ്ടോ ശ്രീ സംജിത്ത്? അതൊക്കെ ചീഫ് സൂപ്രണ്ടിന്റെ കയ്യിൽ അവര് സംസാരിച്ചപ്പോൾ ഉണ്ടാവാം. അവര് സംസാരിക്കുമ്പോൾ അല്ല ശ്രീ സംജിത്ത്, നിങ്ങളൊരു പ്രൊഫസർ അല്ലേ? എന്താണ് തെളിവ്? ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതുപോലെ അപമാനിക്കുക, കള്ളപ്രചരണം നടത്തുക. സംജിത്ത് പറഞ്ഞോളൂ തെളിവ്. അല്ല, അതിലൊരു കാര്യം പറയട്ടെ. അതിലിപ്പോ എക്സാം നടക്കുന്നത് അതിന്റെ ഫുൾ അതോറിറ്റി പ്രിൻസിപ്പാളാണ്.
ആ പ്രിൻസിപ്പൾ കൈമലർത്തിയാണ് അദ്ദേഹം പറഞ്ഞ ഞാനന്ന് അവിടെ ഇല്ലായിരുന്നു, ഞാൻ എനിക്ക് പ്രിൻസിപ്പാളൊക്കെ അവിടെ തീർച്ചയായും താങ്കളുടെ കാര്യമാണ്, ക്ഷമിക്കുക. ഈ പ്രിൻസിപ്പൽ പോലും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നടപടി തെറ്റാണ് എന്ന്. ഇവരുടെ നടപടി തെറ്റാണ്, ഈ ക്ലാസ് മുറിയിൽ നടന്ന നടപടി തെറ്റാണെന്ന് പ്രിൻസിപ്പൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംജിത്ത് ഈ പ്രിൻസിപ്പൽ പറഞ്ഞ, അതായത് പ്രിൻസിപ്പൽ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കയ്യൂക്കുള്ളവൻ പിടിച്ചു കൊണ്ടുപോയി ഇടിമുറിയിലേക്ക് കൊണ്ടുപോകുന്നു, താങ്കളെ മാനേജ്മെന്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലുള്ള സംഭവമില്ല. അത് വെറും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അധ്യാപകന് ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിയെ എങ്ങനെയാണ് ക്രൂശിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ നടന്നത്. കാരണം ഈ CP എന്ന് പറയുന്ന ആള് അവിടെ നിന്നിട്ടുള്ള ഇൻവിജിലേറ്റർ കള്ളപ്രചരണം നടത്തുകയാണ്. അതിനുശേഷം അയാളെ മാനസികവും ശാരീരികവുമായി അപമാനിച്ചു, ആക്രമിച്ചു. അതിനുശേഷം പറയുകയാണ് എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി ഇന്ന് ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയതാണ്. സാറ് കൂടി കേൾക്കണം. അതായത് ചരിത്രത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും നാം ഒരു തേങ്ങയും പഠിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ കൊടുക്കേണ്ടത് കനത്ത വിലയാണെന്നത് എത്ര വട്ടം നാം കാണേണ്ടത്. അതായത് വീണ്ടും ഇതാ പാമ്പാടി നെഹ്റു കോളേജിൽ ഒരു വിദ്യാർത്ഥി, അതേ കോളേജുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളിൽ അവസാനത്തേതാണ് ഈ കോളേജിലുണ്ടായത്. ഒരു പെൺകുട്ടി ബസ്സിൽ നിന്ന് ചാടി ജീവിതം അവരുടെ മുന്നിലേക്ക് എടുത്തുടച്ച് പ്രതിഷേധിച്ചത്, 2 പെൺകുഞ്ഞുങ്ങൾ വിഷം കഴിച്ചത്, പ്രതികരിച്ച വിദ്യാർത്ഥികളെ ഗുണ്ടകളെ തല്ലിച്ചതച്ചത്. ഇവിടെയാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പോലും ക്യാമറ വെക്കപ്പെട്ടത്. അവരുടെ ബാഗുകൾ ഹോസ്റ്റലിന്റെ ഉള്ളിൽ കയറി നിരന്തരം പരിശോധിക്കാറുള്ള സംഭവം, അവരുടെ സ്വകാര്യതകളിൽ ഇടപെടുന്ന രീതി, ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നിരന്തരം ശാരീരികവും മാനസികവുമായി ടോർച്ചർ ചെയ്യാറുള്ളത് ഇതേ നരകത്തിലാണ്. ടാഗ് ഇടാത്തതിലും ഷൂലൈസ് കെട്ടാത്തതിലും മാരക ഫൈൻ അടിക്കാറുള്ളത്. ഈ അറബുശാലയിലാണ് കുഞ്ഞുങ്ങളെ ബെൽറ്റ് കൊണ്ടടിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിനെ നാണിപ്പിക്കുന്ന ഇടിമുറയുള്ളത്. ഇത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യം. ശ്രീ സംജിത്ത്, ഞങ്ങളൊക്കെ കലാലയങ്ങളിൽ പഠിച്ചതാണ്. ആ കലാലയത്തെ സ്നേഹത്തോടെ ഇന്നും രേഖപ്പെടുത്തുന്നു. എവിടെയെങ്കിലും ഒരു സംവാദവേദി ഉണ്ടോ അവിടെയൊക്കെ എല്ലാവരും സ്വന്തം കലാലയത്തെ ആരും തള്ളി പറയാറില്ല. എവിടെ എത്തിയാലും ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമല്ലേ ശ്രീ സംജിത്ത്? അങ്ങനെ ഇതിൽ ആരോപിക്കുന്നത് ഇതിപ്പോ ആരാ ചെയ്തെന്നുള്ളത്, ആരാണ് ഇത് ചെയ്തെന്നുള്ളത് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവങ്ങളില്ല. ദയവായി താങ്കൾ തുടരണം. ഒരു ഇടവേള അനിവാര്യം വന്നിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി.